Good morning, dear students, and warm welcome to our this online class. There is a specialty in this session. What is that? It is the last class in this S5 semester, that is semester 5. The subject income tax, law and accounts. So, in this class, I completing my portion, that is the allocated portion, that is income tax, law and accounts, and also it is a revision class about this chapter, that is income from other source. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നതിൻ്റെ ലാസ്റ്റ് ഇൻകം ആയിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 56 മുതൽ 59 വരെ ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ ഒരു ഷോർട്ട് മെത്തേഡിലും അതിൻ്റെ നേച്ചർ, അതിൽ പറയുന്ന പ്രൊവിഷൻസ്, ഡിസലൗഡ്, അതുപോലെ തന്നെ അലൗഡ് എക്സ്പെൻസസ്, വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിങ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയും ഒരു 3-4 കണക്കുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്താണ്? നമ്മളുടെ നിയമത്തിൻ്റെ, അതായത് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു അപ്ലിക്കബിലിറ്റി ആണ് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, എല്ലാവരോടും പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ റിവിഷൻ ക്ലാസ് ആണെന്നും ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ ഒരു 4-5 പ്രോബ്ലം കൂടിയും ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതും കൂടിയും പറഞ്ഞ് ഞാൻ ഇന്ന് നമ്മളുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഈ സെമിസ്റ്ററിലെ സബ്ജക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊരു ചെറിയൊരു ടോപ്പിക്ക്, ചെറിയൊരു തിയറിയും കൂടിയും പറയാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പറയാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യം അത് പറഞ്ഞിട്ട് നമുക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് പോവാം. അതെന്ന് പറയുന്നത് എന്താണെങ്കിൽ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ ആണ്. എന്താണ് ഈ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റിയിൽ നമ്മൾ ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയോ? ഈ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിലുള്ള ആ ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ആർക്കാണ് കിട്ടുന്നത്? അവർക്കാണ് കിട്ടുന്നത്. അത് വിറ്റ പോലെ നമ്മൾ കാണിക്കും. വിറ്റ പോലെ കാണിച്ചിട്ട് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ നിന്ന് അത് റീപർച്ചേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വരില്ല. ആർക്കാണ് വരുന്നത്? ആ പാർട്ടിക്കാണ് വരുന്നത്. ആ പാർട്ടിക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി അറിയാം, പ്രത്യേകിച്ച് കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഒക്കെ ആയിരിക്കും ഈ കൈമാറ്റം നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. അതുമൂലം കിട്ടുന്ന ഒരു ലാഭം എന്ന് പറയുന്നത്, ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും ആ റിലേറ്റീവ് നമുക്ക് അവർക്ക് കൊടുക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം കിട്ടുന്ന റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്ന ആക്ച്വൽ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ആക്ച്വൽ ബോണ്ട് ഹോൾഡറുടെ റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുന്ന ആൾ ലോ ഇൻകം ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരാളായിരിക്കും. ഈ ലോ ഇൻകം ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നതിലേക്ക് വരാനായിട്ടുള്ളൊരു ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് കൊടുക്കേണ്ടി വരില്ല? ടാക്സ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റീനെ ടാക്സിൽ നിന്ന് വെട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് എന്ത്? ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറി ഭാഗം ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എ മെത്തേഡ് ടു അവോയ്ഡ് ടാക്സ് ബൈ ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് SSEs ബൈ ട്രാൻസ്ഫറിങ് സെക്യൂരിറ്റീസ് ടു ലോ ഇൻകം ഗ്രൂപ്പ് ഓഫ് SSEs ഓൺ ദ ഈവ് ഓഫ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മളുടെ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഈ കൈമാറ്റ പ്രക്രിയ ചെയ്യുന്നത്. ഇത് ഹൈ ഇൻകം ഗ്രൂപ്പുള്ള ആൾക്കാരാണ് ഇത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത്. എന്നിട്ട് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ടോ ആയിട്ടുള്ള ഒരു ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം.
Generally, interest on securities payable half yearly or yearly, due dates are fixed. നമുക്കറിയാം എന്നാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. അതായത് ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലായിട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏപ്രിൽ തുടങ്ങി മാർച്ച് വരെയാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ 6 മാസം ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. സെപ്റ്റംബർ 30-നും മാർച്ച് 31-നാണ് യൂഷ്വലായിട്ട് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഫിക്സഡ് ആയതുകൊണ്ട് നമ്മളുടെ SSCsന് നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാനായിട്ട് സാധ്യതയുണ്ട്. എന്ത് മുൻകൂട്ടി അറിയുന്നത്? ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ദിവസം നോക്കിയിട്ട് നമുക്ക് ഈ ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ടാക്സ്, some SSCs may sell securities a few days before the due dates to their close friends or relatives and repurchase the securities from the after a few days before of the due dates. അപ്പോൾ ഇതിൽ എന്താണ് ചെയ്യുന്നത്? അതായത് ഈ ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഹൈ ഇൻകം ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഹോൾഡർ അയാൾ എന്ത് ചെയ്യുന്നു? ഈ എമൗണ്ട് വേറൊരാൾക്ക്, അത് റിലേറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം, അവർക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അതെന്താണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന ആ ഡ്യൂ ഡേറ്റിന് തൊട്ട് മുമ്പായിട്ടുള്ള ദിവസം നോക്കിയിട്ട് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. If the close relative or friends are of low income groups, both the persons can escape from tax liability. അപ്പോൾ ഈ ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് അദ്ദേഹം ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആളായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് വരാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്ഫററും ട്രാൻസ്ഫറിയും കൊടുക്കുന്നില്ല. ആക്ച്വലായിട്ട് അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി ആ ഒരു റിട്ടേൺ അല്ലെങ്കിൽ ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ള ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഹോൾഡർ അതിന് തൊട്ട് മുമ്പായിട്ട് ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. By this device, the income tax department suffers loss of revenue. Income tax departmentന് ട്രാൻസ്ഫറും ട്രാൻസ്ഫറിയും ടാക്സ് കൊടുക്കാത്തത് കൊണ്ട് ആ ഒരു ഇൻകം ആർക്കാണ് നഷ്ടപ്പെടുന്നത്? ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നഷ്ടപ്പെടുന്നു. ദിസ് ഈസ് നോൺ ആസ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ ആയിട്ട് പറയുന്നത്. In order to prevent this method of avoiding tax, it is provided that the assessing officer can include such income in the total income of the actual owner. അപ്പോൾ കുറച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനൊരു സൂത്രം നമ്മൾ SSCs ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്തു? ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹു ഈസ് ദ ആക്ച്വൽ ഓണർ, അദ്ദേഹത്തിൻ്റെ ഈ ഇൻകം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി അങ്ങനെ ഒരു രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അവർ മിസ്ഗൈഡ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മിസ്ഗൈഡ് ചെയ്യുന്നൊരു പ്രൊസീജിയർ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചു. അപ്പോൾ ഇതിനെയാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ 2 മാർക്കിൻ്റെ ചോദ്യമൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് ദ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ? സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ആനുവലിയോ ആണ്. ഇറ്റ് ഈസ് ഫിക്സഡ് പീരീഡ്. സോ അതിന് തൊട്ട് മുമ്പ്, ഡ്യൂ ഡേറ്റിന് തൊട്ട് മുമ്പായിട്ട് ഹൈ ഇൻകം ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡർ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ടു ഹിസ് റിലേറ്റീവ് ഓർ ഹിസ് ഫ്രണ്ട് ഇൻ ദ ബിലോങ്ങിങ് ടു എ ലോ ഇൻകം ഗ്രൂപ്പ്. ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ള ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഹോൾഡർ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഹോൾഡർ ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ഒരാൾക്കാണ് എന്ത് ചെയ്ത് കൊടുക്കുന്നത്? ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. So both the parties, that is the transferor and transferee, does not include this income in their total income. To prevent this method or procedure, what is the action taken by the income tax department? They will include the SSC's total income, including this income from the actual owner.
ആക്ച്വൽ ഓണർ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ഇൻകം അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാം, അതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടിയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഈ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇൻകം കൂടിയും ടോട്ടൽ ഇൻകത്തിൽ ആക്ച്വൽ ഓണറുടെ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ തിയറി ഓൾമോസ്റ്റ് നമ്മൾ വിട്ടുപോയി ഒരെണ്ണം കൂടിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ റിവിഷൻ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റുഡൻസും തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും നോട്ടും അതുപോലെ തന്നെ പേന, കാൽക്കുലേറ്ററൊക്കെ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ എല്ലാവരുടെയും ഒരുവിധമൊക്കെ എനിക്കറിയാം, എല്ലാവരും ഫോളോ ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിൽ അത് ഉണ്ടാവുമെന്ന് വിചാരിക്കും. എല്ലാവരും പേജ് നമ്പർ 275 എടുക്കാം. ഓക്കെ, പേജ് നമ്പർ 275 മോഹൻ ഹാസ് ദ ഫോളോയിങ് ഇൻകം ആസ് ഓൺ 31/3/2020 കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. നമ്മൾ പേജ് നമ്പർ 275 ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ മോഹൻ്റെ IFOS അതായത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതും 31/3/2020 ആണ് നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കതിൽ ഒരു ലിസ്റ്റ് ഓഫ് ഇൻഫോർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കൂടുതലായിട്ട് തന്നിട്ടുള്ളത്. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് IFOS എന്ന് ഞാൻ തെറ്റി പറഞ്ഞു, അതല്ല, ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ളതൊക്കെ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാനൊന്ന് വായിക്കാം ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ₹1,20,000 that is 6% tax-free debentures of a listed company. 54,000 10% tax-free debentures if a statutory corporation. 25,000 5% Maharashtra government bonds. 12,000 5% debentures of DDA that is Delhi Development Authority. 60,000 12% tax-free debentures of Rishi Limited. And there is a bank charged a commission of 2% on interest collected. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് പ്രോബ്ലത്തിൽ. അപ്പം നമ്മളൊരു വർക്കിംഗ് നോട്ട് ആദ്യം തയ്യാറാക്കണം. അതായത് ബാങ്ക് ചാർജസ് 2% ഓൺ ഇൻട്രസ്റ്റ് കളക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവരും ഒരു കാര്യം ചെയ്യുക. ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1,20,000 6% ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ആണ്. ദ റേറ്റ് ഓഫ് റിട്ടേൺ ദറ്റ് ഈസ് 6%. അപ്പോൾ എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. 1,20,000 ഇൻറ്റു 6%. വാട്ട് ഈസ് ദ എമൗണ്ട്? ദറ്റ് ഈസ് 7,200. അപ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി 1,20,000 6% എന്ന് പറയുമ്പോൾ 7,200. സിമിലർലി 54,000 ഇൻറ്റു 10%, 54,000 10% കണ്ടു നോക്കൂ. എല്ലാവർക്കും 5,400 കിട്ടി. അവിടെ നോട്ട് ചെയ്ത് വെക്കാം. 25,000 ഇൻറ്റു 5% എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 25,000 ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ 1,250 കിട്ടി. നെക്സ്റ്റ് വൺ 12,000 ഇൻറ്റു 5% എന്ന് കണ്ടു നോക്കാം. 600 കിട്ടി. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 60,000 ഇൻറ്റു 12% ചെയ്തപ്പോൾ 7,200. ഇതെല്ലാമാണ് നമുക്ക് ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ആ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ബാങ്ക് ചാർജസ് എത്ര രൂപ വരുമെന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വർക്കിംഗ് നോട്ടിൽ 7,200 പ്ലസ് 5,400 പ്ലസ് 1,250 പ്ലസ് 600 പ്ലസ് 7,200 ഒന്ന് കൂട്ടി നോക്കൂ. എല്ലാവരും ഒന്ന് കൂട്ടി നോക്കൂ. 7,200 പ്ലസ് 5,400 പ്ലസ് 1,250 പ്ലസ് 600 പ്ലസ് 7,200 എല്ലാവർക്കും എത്ര രൂപ കിട്ടി? 21,650 കിട്ടി. ഈ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തപ്പോഴാണ് ബാങ്ക് ചാർജസ് എത്ര വന്നിട്ടത്? 2% വന്നിട്ടുള്ളത്. അപ്പോൾ 21,650 ഇൻറ്റു 2% എത്ര രൂപ കിട്ടി? നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്യുക. 433 രൂപയാണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം കിട്ടുന്നത്. സോ ബാങ്ക് ചാർജസ് എന്ന് പറയുന്ന എമൗണ്ട് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ബാങ്ക് ചാർജസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്കിംഗ് നോട്ടാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചു. ഇൻവെസ്റ്റ്മെൻറ്റ്, ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും എത്ര ഇൻട്രസ്റ്റ് കിട്ടിയെന്നും ബാങ്ക് ചാർജസ് എത്ര വന്നിട്ടുണ്ട് എന്നുള്ളതും. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവുകയാണ്. അതായത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ദാറ്റ് ഈസ് ദ ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്.
ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ ലിസ്റ്റഡ് കമ്പനിയാണ്. അപ്പോൾ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ ലിസ്റ്റഡ് കമ്പനി, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഈ രണ്ട് കേസിലും നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസപ്പ് ചെയ്യണം. ഗ്രോസപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻറ്റു 100/90 ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ കേസിൽ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ ലിസ്റ്റഡ് കമ്പനി. ഈ ഹെഡിങ് എല്ലാവരും എഴുതിയെടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ ലിസ്റ്റഡ് കമ്പനി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 7200 എന്നുണ്ടെങ്കിലും ഇനി അത് നോട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 1,20,000 × 6% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 7200 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഗ്രോസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 7200 × 100/90 ചെയ്യുക. അപ്പോൾ 100/90 ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 8000 രൂപ കിട്ടും. അത് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതി വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ ലിസ്റ്റഡ് കമ്പനി നമുക്ക് എത്ര രൂപ കിട്ടി? 8000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കണക്ക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ഓഫ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. നമുക്ക് നേരത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് 54,000 × 10% എന്ന് പറയുമ്പോൾ 5400 രൂപയാണ്. ഈ 5400ൻ്റെ 100/90 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എത്ര രൂപ കിട്ടി? 6000 രൂപ കിട്ടി. ഈ 6000 രൂപ നിങ്ങൾ ഔട്ടർ കോളത്തിൽ എഴുതി വയ്ക്കാം. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റണില്ലേ? 5400 × 100/90 ചെയ്യുമ്പോൾ 6000 രൂപ കിട്ടി. അത് ഔട്ടർ കോളത്തിൽ എഴുതി വെച്ചു. ഇനി ഇൻട്രസ്റ്റ് ഓൺ മഹാരാഷ്ട്ര ഗവൺമെൻറ് ബോണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തതാണെങ്കിൽ നമുക്ക് ഗ്രോസപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയത് എത്രയാണ്? 25,000 × 5% എന്ന് പറയുമ്പോൾ 1250 രൂപയാണ്. അത് ക്ലീൻ ആയിട്ട് നമ്മൾ എവിടെ എഴുതിയാൽ മതി? നമ്മളുടെ ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതി. അപ്പോൾ ഔട്ടർ കോളത്തിൽ നമ്മൾ എത്ര രൂപ എഴുതി? 1250 അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ മഹാരാഷ്ട്ര ഗവൺമെൻറ് ബോണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് DDA, ദാറ്റ് മീൻസ് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് ഒരു സ്പെഷ്യൽ ലോക്കൽ അതോറിറ്റിയുടെയാണ്. ലോക്കൽ അതോറിറ്റിയുടെ ആണെങ്കിൽ നമുക്ക് ഗ്രോസപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതായത് അതോറിറ്റി നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് 12,000 × 5% കണ്ടാൽ മതിയും. അതിൻ്റെ എത്ര രൂപ വരും? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 600 രൂപ കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആണ്. അതും ഒരു ഋഷി ലിമിറ്റഡ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെയാണ്. ഋഷി ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ. അപ്പം നമ്മൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 60,000 × 12% എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് 7200 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 100/90 ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 8000 രൂപ കിട്ടും. ഇതെവിടെ എഴുതണം? ഔട്ടർ കോളത്തിൽ എഴുതണം. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് ഗ്രോസപ്പ് ചെയ്യേണ്ടത് എഴുതി, ഗ്രോസപ്പ് ചെയ്യാത്തത് നമ്മൾ നെറ്റ് എമൗണ്ട് എഴുതിയിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഔട്ടർ കോളം നമ്മളൊന്ന് ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 8000 + 6000 + 1250 + 600 + 8000 എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും? 23,850 രൂപ കിട്ടും. എല്ലാവർക്കും കിട്ടിയില്ലേ? 8000 + 6000 + 1250 + 600 + 8000. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും 23,850 രൂപ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഇനി നമ്മൾ വർക്കിംഗ് നോട്ടിൽ ബാങ്ക് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര രൂപയാണ് നമുക്ക് ബാങ്ക് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത്? 433 രൂപ. അപ്പോൾ നമുക്ക് റിലേറ്റഡ് എക്സ്പെൻസ് ആണ്. റിലേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ആസ് പെർ സെക്ഷൻ 57 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? അലൗഡ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര രൂപ വരും? 23,850 - 433. അപ്പോൾ ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് 23,417 രൂപ വരും. എല്ലാവർക്കും കിട്ടിയില്ലേ?
അതായത് നമ്മളുടെ ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് 23,850 നിന്ന് റിലേറ്റഡ് എക്സ്പെൻസ് ആയ ബാങ്ക് ചാർജസ് 433 രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ഈ ഓൾമോസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നതുകൊണ്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. ആ കിട്ടിയ ഇൻട്രസ്റ്റിൽ നിന്ന് ടാക്സബിൾ ആയിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് ഗ്രോസപ്പ് ചെയ്യേണ്ട എമൗണ്ടുകൾ അത് വേർതിരിച്ച് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ബാങ്ക് ചാർജസ് ഡിഡക്റ്റ് ചെയ്ത് ടാക്സബിൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ പേജ് നമ്പർ 276 എടുക്കാം. പേജ് നമ്പർ 276 ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ കാൽക്കുലേറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ പ്രോബ്ലം ഒന്ന് വായിക്കാം. ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം എ ഫ്രണ്ട് 1,00,000. ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം ഹിസ് എൽഡർ ബ്രദർ, ദറ്റ് ഈസ് ദ എമൗണ്ട് ഈസ് 30,000. Winning from lottery 50,000. Dividend from domestic company 16,000. Rent from plant and furniture let out. There is a depreciation 12,000 and repair charges 1,000. നമുക്ക് റെൻറ്റ് കിട്ടിയിട്ടുള്ള എമൗണ്ടിൽ നിന്ന് അലവബിൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷനും റിപ്പയറും ആണ്. അത് രണ്ടും നമുക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഗ്രോസ് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഗ്രോസ്ഡ് എമൗണ്ട് ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇല്ല. ദെൻ ഷെയർ ഓഫ് ഇൻകം ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണ്. ഇൻഡിവിജ്വൽ ആയാലും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയാലും ഷെയറിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ നമുക്ക് എക്സംഷൻ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് 7,500 വന്നിട്ടുണ്ട്. റോയൽറ്റി ഫ്രം ബുക്ക് എന്ന് പറയുന്നതിൽ 6,000 രൂപ എക്സ്പെൻസ് ഉണ്ട്. നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്ന അലവബിൾ എക്സ്പെൻസ് ആണ്. കളക്ഷൻ ചാർജസ് ഓൺ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 300 ആണ്. അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഡിവിഡൻഡ് ഏതാണ്. ഈ ഡിവിഡൻഡ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആകെ കൂടി ഒരേ ഒരു ഡിവിഡൻഡേ കിട്ടിയിട്ടുള്ളൂ. ആ ഡിവിഡൻഡ് ഏതാണ്? ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി. ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറയുമ്പോൾ ടാക്സബിൾ ആണോ? അല്ല. ടാക്സബിൾ ഡിവിഡൻഡ് ആവണമെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനിയിൽ നിന്നോ കിട്ടിയതായിരിക്കണം. ഇത് ഡൊമസ്റ്റിക് കമ്പനിയാണ്, ടാക്സബിൾ അല്ല. ടാക്സബിൾ അല്ലാത്ത ഒരു ഡിവിഡൻഡിൻ്റെ കളക്ഷൻ ചാർജസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ അത് ഇത് ചെയ്യേണ്ട കാര്യമില്ല, ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതൊന്ന് ക്ലിയർ ആയിട്ട് അവിടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അതായത് ടാക്സബിൾ ഡിവിഡൻഡ് ആണെങ്കിൽ മാത്രമേ കളക്ഷൻ ചാർജസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പോവാം. അപ്പം നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാധാരണ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ 2 കോളുള്ള ഒരു ടേബിൾ വരച്ചെടുക്കുക. ആ ടേബിളിൽ ഈ നമ്മളുടെ ഈ പ്രോബ്ലത്തിലുള്ള എല്ലാ ഇൻകംസും നിങ്ങൾ പറക്കി എഴുതി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതിയും. ഐറ്റംസ് നമുക്ക് ഇപ്പോൾ എഴുതിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് പിന്നെ എഴുതിയെടുക്കാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആ ഓർഡറിൽ തന്നെ നിങ്ങൾ 1 2 3 എന്ന് നമ്പർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പോൾ തൽക്കാലം 1 2 3 എന്ന് എഴുതിയാൽ മതി. ഐറ്റംസ് ഇപ്പോൾ എഴുതിയെടുക്കാൻ ഇപ്പം എൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. അത് നിങ്ങൾക്ക് പിന്നീട് എഴുതിയെടുക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു പോവാം, അതോടൊപ്പം തന്നെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്താണ്? ഗിഫ്റ്റ് റിസീവ്ഡ് ഫ്രം എ ഫ്രണ്ട്. നമുക്ക് ഗിഫ്റ്റ് ഫ്രം എ റിലേറ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സംഷൻ കിട്ടുള്ളൂ. ഇത് ഫ്രണ്ടാണ് തന്നിട്ടുള്ളത്. ഫ്രണ്ട് എന്ന് പറയുന്നത് റിലേറ്റീവ് കാറ്റഗറിയിൽ പെടാത്തത് കൊണ്ട് ടാക്സബിൾ ഇൻകം ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് 1,00,000 രൂപ നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതുന്നു. അതേസമയം ഗിഫ്റ്റ് ഫ്രം എൽഡർ ബ്രദർ, ഹീസ് എ റിലേറ്റീവ്. നമ്മൾ റിലേറ്റീവിൻ്റെ മീനിങ് പഠിച്ചിട്ടുണ്ട്. ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 ക്ലാസ്സിലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാം. അപ്പോൾ ആ റിലേറ്റീവ് എന്ന് പറയുന്നതിൽ എൽഡർ ബ്രദർ വരും. അപ്പോൾ അതൊരു റിലേറ്റീവ് ആയതുകൊണ്ട്, അപ്പോൾ റീസൺ ആണ് ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. റിലേറ്റീവ് ആയതുകൊണ്ട് ടാക്സബിൾ ഇൻകം അല്ല. വിന്നിങ് ഫ്രം ലോട്ടറി നമുക്ക് ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെറ്റ് എമൗണ്ട് ആണെങ്കിൽ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം. ഗ്രോസ് എമൗണ്ട് തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളതെന്നുള്ള അസംഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ 50,000 തന്നെ എടുത്തു.
ഇനി ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനി ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ ഡിവിഡൻഡ് എക്സംഷൻ ആണ്, ടാക്സബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ടർ കോളത്തിൽ നിൽന്ന് എഴുതിയാൽ മതി. ഇനി അടുത്തത് എന്ന് പറയുന്നത് റെൻറ്റ് ഫ്രം പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ ലെറ്റ് ഔട്ട്. നമുക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 50,000. പക്ഷെ ഒരു ഡിപ്രീസിയേഷനും ഒരു റിപ്പയറും വന്നിട്ടുണ്ട്, 1000 രൂപയും 12,000 രൂപയും. ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ്? 13,000. അത് മൊത്തമായിട്ട് അലവബിൾ എക്സ്പെൻസ് ആസ് പെർ സെക്ഷൻ 57. സെക്ഷൻ 57 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ട് ഡിപ്രീസിയേഷൻ റിപ്പയർ നമുക്ക് ലെറ്റ് ഔട്ട് എക്യുപ്മെൻറ്റുമേ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 50,000-ൽ നിന്ന് നമുക്ക് 13,000 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ബാലൻസ്? ഇറ്റ് ഈസ് ടു ബി റിട്ടൺ ഇൻ ദ ഔട്ടർ കോളം. വാട്ട് ഈസ് ദാറ്റ് എമൗണ്ട്? ദാറ്റ് ഈസ് 50,000 മൈനസ് 13,000, ദാറ്റ് ഈസ് 37,000. ക്ലിയർ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണ്. ഗ്രോസ് എമൗണ്ട് തന്നതുകൊണ്ട് നമുക്ക് ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഔട്ടർ കോളത്തിൽ 50,000 ക്ലീൻ ആയിട്ട് എഴുതിയാൽ മതി. ഇനി ഷെയർ ഓഫ് ഇൻകം ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഞാനത് ബോൾഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചത് എന്തുകൊണ്ടാണ്? ഇൻഡിവിജ്വൽ ആയാലും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആയാലും ഷെയറിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്കത് ടാക്സബിൾ അല്ല. അത് സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതിയും? നില്ലായിട്ട് എഴുതിയാൽ മതിയും. 15,000 രൂപ വരെ നമുക്ക് എക്സംഷനാണ്. 15,000-ൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ടാക്സബിളായിട്ട് എടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതായത് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് അതുമ്പോൾ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സബിൾ ആണ്. 7,500 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റോയൽറ്റി ആണ്. റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ട്. 54,000 രൂപ നമുക്ക് ഇൻകം കിട്ടിയപ്പോൾ 6,000 രൂപ നമുക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആ റിലേറ്റഡ് എക്സ്പെൻസ് നമുക്ക് അലവബിൾ എക്സ്പെൻസ് ആസ് പെർ സെക്ഷൻ 57 ആണ്. അതുകൊണ്ട് 54,000-ൽ നിന്ന് 6,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 48,000 രൂപയാണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഔട്ടർ കോളത്തിൽ 48,000 രൂപ എഴുതാം. അപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റം എടുക്കൽ കഴിഞ്ഞില്ലേ? അപ്പോൾ ഔട്ടർ കോളത്തിൽ ഇപ്പോൾ ഏതൊക്കെ എമൗണ്ടാണ് വന്നിട്ടുള്ളത്? 1,00,000 രൂപ, 50,000, 37,000, 50,000, 7,500, 48,000. ഇനി അതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കൂ. 1,00,000 പ്ലസ് 50,000 പ്ലസ് 37,000 പ്ലസ് 50,000 പ്ലസ് 7,500 പ്ലസ് 48,000. എല്ലാവരും കാൽക്കുലേറ്ററിൽ ഇത് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടിയത്? 2,92,500 രൂപ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദാറ്റ് ഈസ് അവർ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും എത്ര രൂപ കിട്ടി? 2,92,500. ഇതിൽ നേരത്തെ പറഞ്ഞ ഒരു റീസൺ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കളക്ഷൻ ചാർജസ് നോട്ട് ഡിഡക്റ്റബിൾ ബിക്കോസ് ഡിവിഡൻഡ് ഈസ് നോട്ട് എ ടാക്സബിൾ ഇൻകം. ഞാൻ നേരത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ടെക്സ്റ്റിൻ്റെ ആ പ്രോബ്ലത്തിൻ്റെ സൈഡിൽ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കുക. കളക്ഷൻ ചാർജസ് നോട്ട് ഡിഡക്റ്റബിൾ ബിക്കോസ് ഡിവിഡൻഡ് ഈസ് നോട്ട് എ ടാക്സബിൾ ഇൻകം. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? കളക്ഷൻ ചാർജസ് ഡിഡക്റ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഈ പ്രോബ്ലത്തിൽ അത് വരാത്തത് കൊണ്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റിവിഷൻ ക്ലാസ് ആണ്, നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എല്ലാവരും പേജ് നമ്പർ 277 എടുക്കുക. പേജ് നമ്പർ 277 ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അതായത് ടെക്സ്റ്റിൽ പ്രോബ്ലം വായിക്കുമ്പോൾ അത്രയധികം സമയം ഞാൻ എടുക്കുന്നില്ല, നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതലായിട്ട് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകണം. അതുപോലെ തന്നെ ഇത് റിവിഷൻ ക്ലാസ് ആണ്, എനിക്ക് ഫാസ്റ്റ് ആവാം അല്ലേ? അപ്പോൾ പ്രോബ്ലം വായിക്കാം. ഇൻകം ഫ്രം റോയൽറ്റി, ദാറ്റ് ഈസ് ദർ ഈസ് എൻ എക്സ്പെൻസ് ഓഫ് 3,000. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 20,000-ൽ നമുക്ക് അലൗബിൾ എക്സ്പെൻസ് ആയ 3,000 രൂപ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇൻകം ഫ്രം റോയൽറ്റി എന്ന് പറയുന്നത് 17,000 ആണ്.
അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ആഫ്രിക്ക, ആഫ്രിക്ക ആയതുകൊണ്ട് ടാക്സബിൾ അഗ്രികൾച്ചറൽ ഇൻകം ആണ്. റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ്, റെൻറ്റ് പെയ്ഡ് 3000, 8000 രൂപ സബ്ലെറ്റിംഗ് നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ റിലേറ്റഡ് എക്സ്പെൻസ് 3000 ഉള്ളത് കൊണ്ട് 8000 മൈനസ് 3000 എന്ന് പറയുന്ന 5000 റുപ്പീസാണ് നമ്മുടെ ടാക്സബിൾ ലെറ്റിംഗ് ഔട്ട് റെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഫോറിൻ കമ്പനി ആണെങ്കിൽ ടാക്സബിൾ ആണ് ഡിവിഡൻഡ്. സെയിം നമുക്ക് എന്താണ് ഇവിടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാമിലി പെൻഷൻ റിസീവ്ഡ് ആണ് 30,000. അവിടെ നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ട്. എന്താണ് റൂള് പഠിച്ചിട്ടുള്ളത്? 15,000 മാക്സിമം അല്ലെങ്കിൽ 30,000-ൻ്റെ 1/3. 30,000-ൻ്റെ 1/3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 10,000 കിട്ടും. 10,000 ആണോ 15,000 ആണോ ലോവർ? മാക്സിമം 15,000 വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 30,000 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 10,000. അപ്പോൾ നമുക്ക് ഡിഡക്റ്റബിൾ എമൗണ്ട് എത്രയാണ്? 10,000 റുപ്പീസാണ്. അപ്പോൾ 30,000-ൽ 10,000 നമുക്ക് കുറയ്ക്കാവുന്നതാണ്. എല്ലാവരും ഞാൻ പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുന്നില്ലേ? ഇനി അടുത്തത് ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് എത്ര രൂപ തന്നിട്ടുണ്ട്? 18,000 രൂപ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യം ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് ആ എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതിയും 18,000 റുപ്പീസ്. ദെൻ റെമ്യൂണറേഷൻ ഫോർ ലെക്ചേഴ്സ് നമുക്ക് 10,000 കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ആസ് യൂഷ്വൽ നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് നോട്ട്ബുക്കിൽ 2 കോളമുള്ള ടേബിൾ വരച്ചെടുക്കുക. അതിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം മദർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിങ് എഴുതണം. എന്നിട്ട് നേരത്തെ നമ്മൾ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിൽ നമ്മൾ പ്രോബ്ലത്തിൽ പറയുന്ന അതിന് നമ്പർ ഇടാം. നമ്പർ ഇട്ടിട്ട് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ നമ്പർ പകർത്തിയാൽ മതിയും. ഐറ്റം നിങ്ങൾക്ക് പിന്നീട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പകർത്താം. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5 എന്ന് പറയുന്ന നമ്പർ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ഐറ്റം എന്താണ്? ഇൻകം ഫ്രം റോയൽറ്റി. പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20,000 മൈനസ് 3,000. അപ്പോൾ എത്ര രൂപ വന്നു? 17,000 വന്നു. അത് ക്ലീൻ ആയിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇൻ ആഫ്രിക്ക ആണ്. ഔട്ട്സൈഡ് ഇന്ത്യ ആയതുകൊണ്ട് നമ്മളൊക്കെ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ടാക്സബിൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഔട്ടർ കോളത്തിൽ 15,000 എഴുതാം. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ് ആണ്. 8,000 രൂപ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും റെൻറ്റ് പെയ്ഡ് 3,000 വന്നിട്ടുണ്ട്. ഈ 3,000 റുപ്പീസ് 8,000-ൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. 8,000 മൈനസ് 3,000 എന്ന് പറയുമ്പോൾ ഔട്ടർ കോളത്തിൽ വരുന്ന എമൗണ്ട് എത്രയാണ്? 5,000 റുപ്പീസാണ്. അപ്പോൾ എല്ലാവരും ഔട്ടർ കോളത്തിൽ 5,000 റുപ്പീസ് എഴുതാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ആണ്. 12,000 റുപ്പീസ് ക്ലീൻ ആയിട്ട് നിങ്ങൾ എവിടെ എഴുതണം? ഔട്ടർ കോളത്തിൽ എഴുതണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാമിലി പെൻഷൻ റിസീവ്ഡ് ആണ്. വാട്ട് ഈസ് ദ റൂൾ ബിഹൈൻഡ് ദ ഫാമിലി പെൻഷൻ? ഞാൻ നേരത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30,000 രൂപ കിട്ടിയതിൽ 1/3 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. 1/3 എന്ന് പറയുന്നത് 10,000 ആണ്. മാക്സിമം നമുക്ക് കിട്ടുന്നത് 15,000 ആണ്. പക്ഷേ ലോവസ്റ്റ് എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്ന അലവബിൾ എക്സ്പെൻസ് എമൗണ്ട് ആസ് പെർ സെക്ഷൻ 57 എത്രയാണ്? 10,000. സോ 30,000 മൈനസ് 10,000 എന്ന് പറയുമ്പോൾ ഔട്ടർ കോളത്തിൽ എഴുതുന്ന എമൗണ്ട് എത്രയാണ്? 20,000. ഓക്കെ, അപ്പോൾ ഫാമിലി പെൻഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഔട്ടർ കോളത്തിൽ എത്ര രൂപ എഴുതിയിട്ടുണ്ട്? 20,000 റുപ്പീസ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആണ്. നമുക്കിവിടെ ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസപ്പ് ചെയ്യണം. ഗ്രോസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എമൗണ്ട് റിസീവ്ഡ് ഇൻറ്റു 100/90. വാട്ട് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്? ദറ്റ് ഈസ് 18,000. 18,000 ഇൻറ്റു 100/90. എല്ലാവരും കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കാം. 18,000 ഇൻറ്റു 100/90 എന്ന് പറയുമ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടി? ദാറ്റ് ഈസ് 20,000. ആ 20,000 റുപ്പീസാണ് നിങ്ങൾ എവിടെ എഴുതേണ്ടത്? ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ റെമ്യൂണറേഷൻ ഫോർ ലെക്ചേഴ്സ് നമുക്ക് ക്ലീൻ ആയിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാം 10,000.
ഇനി നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഔട്ടർ കോളത്തിൽ ഏതൊക്കെ എമൗണ്ടുകൾ വന്നിട്ടുണ്ട്? 17,000, 15,000, 5,000, 12,000, 20,000, again 20,000, 10,000. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടി സം ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കൂ. 17,000 പ്ലസ് 15,000 പ്ലസ് 5,000 പ്ലസ് 12,000 പ്ലസ് 20,000 പ്ലസ് അഗെയിൻ 20,000 പ്ലസ് 10,000. എല്ലാവർക്കും എത്ര രൂപ കിട്ടി? 99,000 രൂപ കിട്ടി. ദാറ്റ് ഈസ് അവർ ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 99,000 രൂപ കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ താഴെ എഴുതിയിട്ടുള്ള നോട്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. എന്താണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഓൺ ഫാമിലി പെൻഷൻ 1/3 ഓഫ് ദ എമൗണ്ട് റിസീവ്ഡ് ഓർ ₹15,000 whichever is less is deduction. ഇവിടെ നമുക്ക് 30,000-ൻ്റെ 1/3 എന്ന് പറയുമ്പോൾ 10,000, കമ്പയർ ചെയ്യേണ്ട തുക 15,000, ദാറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട്. ഈ 15,000-ൽ ഏതാണോ ലോവസ്റ്റ് ദാറ്റ് ഈസ് ദ ഡിഡക്ഷൻ. അപ്പോൾ ഇവിടെ ഡിഡക്ഷൻ എമൗണ്ട് എത്രയാണ്? 10,000. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അതിൻ്റെ ഫാമിലി പെൻഷൻ്റെ ബിഹൈൻഡിലുള്ള കാൽക്കുലേഷൻ റൂൾസ് തന്നെയാണ് പറയുന്നത്. ഈ 1/3 അല്ലെങ്കിൽ 15,000 വിച്ച് ഈസ് ദ ലോവസ്റ്റ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേഷനായിട്ട് എടുക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചില്ലേ? അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് വേഗം തന്നെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 279 എടുക്കാം. പേജ് നമ്പർ 279 ഒരു കണക്കാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ പ്രോബ്ലം പെട്ടെന്ന് തന്നെ വായിക്കാം. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഞാൻ പറയും, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ടെക്സ്റ്റിൽ തന്നെ നോട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പം മിസ്റ്റർ മുകുന്ദൻ ഹാസ് ദ ഫോളോയിങ് ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, എല്ലാതും ഇൻട്രസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. എത്ര ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്? 5 ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല തന്നിട്ടുള്ളത്, ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, പിന്നെ നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ്, അതായത് NSCs ആണ്. ഗോൾഡ് ബോണ്ട് 1999 നമുക്ക് എക്സംഷൻ ആണ്. ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ട്. ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ആണ്. റോയൽറ്റി എന്ന് പറയുന്ന 63,000 കിട്ടിയതിൽ 12,000 റിലേറ്റഡ് എക്സ്പെൻസ് ഉണ്ട്. നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്ന അലൗബിൾ എക്സ്പെൻസ് ആണ്. ഗ്രൗണ്ട് റെൻറ്റ് തന്നിട്ടുണ്ട്. ക്ലീൻ ആയിട്ട് ഗ്രൗണ്ട് റെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഔട്ടർ കോളത്തിൽ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഇവിടെ നോട്ട് പറഞ്ഞിട്ടുള്ളത്? ഹി ടുക്ക് എ ലോൺ ഓഫ് ₹50,000 at 7% ഫോർ പർച്ചേസ് ഓഫ് ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ്. ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്. എത്ര രൂപയുടെ ലോണാണ് എടുത്തിട്ടുള്ളത്? 50,000 രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ട്. അതുമ്പോൾ ബാങ്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 7% ആണ്. സോ 50,000 × 7%, എല്ലാവരും അവനവൻ്റെ കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കൂ. 50,000 × 7%, ദാറ്റ് ഈസ് 3,500 രൂപ. അപ്പോൾ റിലേറ്റഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 7% ഡിബഞ്ചർ ടാക്സ് ഫ്രീ ഡിബഞ്ചർ വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര രൂപ നമ്മൾ ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട്? 50,000 രൂപ ലോൺ എടുത്തതിൽ റിലേറ്റഡ് എക്സ്പെൻസ് എത്രയുണ്ട്? 3,500 രൂപയുണ്ട്. ഇതിൻ്റെ തന്നെ കളക്ഷൻ ചാർജസ് എന്ന് പറയുമ്പോൾ എത്ര രൂപ വന്നിട്ടുണ്ട്? 300 രൂപ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ടാക്സബിൾ ആണെങ്കിൽ ആ കളക്ഷൻ ചാർജസ് നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുള്ളത്? ഇൻകം ഫ്രം അതർ സോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക? 2 ടേബിളുള്ളത് വരച്ച് വയ്ക്കുക. അതോടൊപ്പം തന്നെ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ 1, 2, 3, 4, 5 മാർക്ക് ചെയ്യുക. പെട്ടെന്ന് ചെയ്യൂ കേട്ടോ. മാർക്ക് ചെയ്തിട്ട് അത് മാത്രം ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. 1, 2, 3, 4, 5 എന്ന് പറയുന്ന നമ്പർ മാത്രം ഇപ്പോൾ എഴുതിയാൽ മതി. മുഴുവൻ എഴുതാൻ നമുക്ക് സമയം ഇപ്പോൾ ഇല്ല. പക്ഷേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട്ബുക്കിൽ ഇത് എഴുതേണ്ടതാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബേസിസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ മുകുന്ദൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഐറ്റം നോക്കാം. ഫസ്റ്റ് ഐറ്റം എന്താണ്? കമ്പ്യൂട്ടേഷൻ ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. അതുകൊണ്ട് ക്ലീൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 12,000 rupees ഔട്ട്സൈഡ് നമുക്ക് എഴുതാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഐറ്റം നമ്മൾ എമൗണ്ട് ഔട്ടർ കോളത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതി. ഇനി നെക്സ്റ്റ് ഐറ്റം നമ്മൾ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം നമുക്ക് എന്താണ് വന്നിട്ടുള്ളത്? നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഓൺ നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് അത് നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഐറ്റമാണ്, ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഔട്ടർ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഔട്ടർ കോളത്തിൽ നമുക്ക് ക്ലീൻ ആയിട്ട് എന്ത് ചെയ്യാം? നില്ലെന്ന് എഴുതി വയ്ക്കാം. അതായത് NSC എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? നമുക്ക് നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഗോൾഡ് ബോണ്ട് 1999 എന്ന് പറയുന്നതും നോൺ ടാക്സബിൾ അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ബോണ്ടാണ്. അത് നമുക്ക് ടാക്സബിലിറ്റി വരുന്നില്ല. അവിടെയും നമ്മൾ ഔട്ടർ കോളത്തിൽ എന്ത് എഴുതി വയ്ക്കാം? നില്ല് എഴുതി വയ്ക്കാം. അപ്പോൾ രണ്ടെണ്ണത്തിൽ നമ്മൾ ഔട്ടർ കോളത്തിൽ നില്ല് എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? NSCയും അതുപോലെ തന്നെ ഗോൾഡ് ബോണ്ട് 1999. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് മിക്കവാറും എക്സാമിന് വരുന്ന ഒരു ഐറ്റമാണ്. അത് വന്നാൽ നിങ്ങൾ ടാക്സബിളായിട്ട് എടുത്തോളൂ, ഒന്നും നോക്കണ്ട, ടാക്സബിളായിട്ട് എഴുതാം. 3000 രൂപ ഔട്ടർ കോളത്തിൽ എഴുതാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റി ആണോ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല. സ്പെസിഫിക് ആയിട്ട് പറയാത്തത് കൊണ്ട് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 45,000 രൂപയുടെ ഇൻട്രസ്റ്റ് കിട്ടിയ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 100/90 ചെയ്യുന്നു. സോ 45,000 ഇൻറ്റു 100/90 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി? 50,000 rupees കിട്ടി. ഇനി റോയൽറ്റി ഫ്രം പബ്ലിഷേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. 63,000 മൈനസ് 12,000 എക്സ്പെൻസ് അലൗബിൾ ആണ്. അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ വരും? നമുക്ക് 51,000 രൂപ വരുന്നതാണ്. ഈ 51,000 രൂപ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 63,000 മൈനസ് 12,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 51,000 രൂപ കിട്ടും. ഗ്രൗണ്ട് റെൻറ്റ് ഇതുപോലെ തന്നെ വരാവുന്ന ഒരു ഐറ്റമാണ്. ആ ഗ്രൗണ്ട് റെൻറ്റും വന്നു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് അത് ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതി. ഇപ്പം നിങ്ങളുടെ ഔട്ടർ കോളത്തിൽ ഏതൊക്കെ വന്നിട്ടുണ്ട്? 12,000, 3,000, 50,000, 51,000, 10,000. ഇത്രയും എമൗണ്ട് ആഡ് ചെയ്യുക. 12,000 പ്ലസ് 3,000 പ്ലസ് 50,000 പ്ലസ് 51,000 പ്ലസ് 10,000 മൊത്തം കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി? 1,26,000 രൂപ കിട്ടി അല്ലേ? 12,000 പ്ലസ് 3,000 പ്ലസ് 50,000 പ്ലസ് 51,000 പ്ലസ് 10,000 1,26,000 രൂപ ടോട്ടൽ എമൗണ്ട് കിട്ടിയതിൽ നിന്ന് ഇനി നമുക്കൊരു റിലേറ്റഡ് എക്സ്പെൻസ് വന്നിട്ടുണ്ട് ഇല്ലേ? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അതുമേ നമുക്ക് 3,500 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതും ഡിഡക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കളക്ഷൻ ചാർജസ് വന്നിട്ടുണ്ട് 300 രൂപ. അത് രണ്ടും റിലേറ്റഡ് എക്സ്പെൻസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ ആ ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ആയതുകൊണ്ട് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 3,500 രൂപയും അതുപോലെ തന്നെ കളക്ഷൻ ചാർജസ് ആയിട്ടുള്ള 300 രൂപയും ടോട്ടൽ എത്രയായി? 3,800 രൂപ നമുക്ക് എന്തിൽ നിന്ന് കുറയ്ക്കാം? 1,26,000 നിന്ന് കുറയ്ക്കാവുന്നതാണ്. സോ 1,26,000 നിന്ന് 3,800 അല്ലെങ്കിൽ 3,500ഉം 300ഉം ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 1,22,200 രൂപ കിട്ടും. ഇതും കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻകം ഫ്രം അതർ സോഴ്സ് 1,22,200 രൂപ ക്ലീൻ ആയിട്ട് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഈസി ആയിട്ട് മനസ്സിലാവണില്ലേ?
അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം കൂടിയും ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതും കൂടി തീർത്തിട്ട് വേണം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ. അതായത് ഈ സെമിസ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ് എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ. ഭയങ്കര ത്രില്ലിലാണെന്ന് ഞാൻ ഇരിക്കണേ. ഇന്നത്തോടെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം, ഈ സെമിസ്റ്ററിലെ ലാസ്റ്റ് റിവിഷൻ പ്രോബ്ലം ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 280 എടുക്കാം. 280 ഞാൻ പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു മിസ്റ്റർ Manoj for the previous year 2019-20 compute IFOS, that is income from agriculture in Afghanistan, taxable ആണ്. outside India taxable ആണ്. ഗ്രൗണ്ട് റെൻ്റ് അറ്റ് ഫരീദാബാദ് എവിടെ നിന്ന് കിട്ടിക്കോട്ടെ, ഗ്രൗണ്ട് റെൻ്റ് എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് SB അക്കൗണ്ട് എന്ന് പറയുന്നത്, പോസ്റ്റ് ഓഫീസ് SB അക്കൗണ്ടിൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ 3500, ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ 7000. അതാണ് നമ്മളുടെ കണ്ടീഷൻ അല്ലേ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 6000 രൂപയിൽ മനോജ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് മാക്സിമം ലിമിറ്റ് എത്രയാണ്? 3500. 6000 മൈനസ് 3500 എന്ന് പറയുന്ന എമൗണ്ട് ടാക്സബിൾ ആണ്. ഞാൻ അന്ന് പറഞ്ഞ റൂളാണ് ഇവിടെ അപ്ലിക്കബിൾ ആകുന്നത്. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണേ അല്ലേ. എല്ലാവരും പഠിച്ചിട്ടില്ലേ? എല്ലാവർക്കും കിട്ടില്ലേ? ഇൻഡിവിജ്വൽ ആണെങ്കിൽ 3500, ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ 7000. ഓക്കെ, അപ്പോൾ 6000 മൈനസ് 3500 എന്ന് പറയുന്ന എമൗണ്ട് ആണ് ടാക്സബിൾ വരിക. ഇനി റെൻറ്റ് ഫ്രം സബ്ലെറ്റിങ് നമ്മൾ നേരത്തെ എക്സാമ്പിൾ ചെയ്തതാണ്. 60,000 നിന്ന് 14,000 രൂപ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് നമുക്ക് ടാക്സബിൾ വരുന്നുള്ളൂ. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് IDBI എന്ന് പറയുന്നത് ഗ്രോസ് എമൗണ്ട് ആണ്. ഗ്രോസ് എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഗ്രോസ് അപ്പോൾ എമൗണ്ട് കണ്ടുപിടിക്കേണ്ട കാര്യം ഇല്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ലെസ് ടാക്സ് ഡിബഞ്ചേഴ്സ് ഓഫ് അശ്വതി ലിമിറ്റഡ് ആണ്. ലെസ് ടാക്സ് ഡിബഞ്ചർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഗവൺമെൻറ് ആണോ നോൺ ഗവൺമെൻറ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയി എടുത്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ഗ്രോസപ്പ് ചെയ്യണം. ഗ്രോസപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 100/90 ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് ആണ്. 12,300 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിൽ 2 കോളുള്ള ഒരു ടേബിൾ വരയ്ക്കുക. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ടെക്സ്റ്റിൽ എല്ലാവരും 1 തുടങ്ങി മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പരീക്ഷയ്ക്ക് മിക്കവാറും വരുന്നൊരു ചോദ്യമാണ് കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് 4 മാർക്കൊക്കെ സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണിത്. നിങ്ങൾ സിമ്പിൾ ഇത്രയേ വേണ്ടോ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ളത് നമ്പർ ഇടുക, അതങ്ങനെ തന്നെ പകർത്തിയെങ്കിലും വെക്കുക. പിന്നെ 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 1/2 മാർക്കൊക്കെ പോകണമെങ്കിൽ പോട്ടെ. നിങ്ങൾക്ക് ടാക്സബിൾ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്താലും ചിലപ്പോൾ നോൺ ടാക്സബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചെറിയ മാർക്കേ പോവുള്ളൂ. അത് അറ്റംപ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ 4 മാർക്ക് പോവും. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം? അത് പകർത്തിയെടുക്കുക. അപ്പോൾ ടേബിളിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിങ് നമ്മൾ എഴുതി 2 ടേബിൾ വരച്ചു. 1 മുതൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്നും എഴുതാൻ പോവാണ്. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ടാക്സബിൾ ആയതുകൊണ്ട് ഔട്ടർ കോളത്തിൽ നമ്മൾ എത്ര എഴുതുന്നു? 15,000 രൂപ എഴുതുന്നു. ഗ്രൗണ്ട് റെൻ്റ് എന്ന് പറയുന്നത് ഫരീദാബാദിലാണ്, ടാക്സബിൾ ആണ്. 10,000 രൂപ നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് SB അക്കൗണ്ട് ആണ്. നമുക്ക് എക്സംഷൻ എമൗണ്ട് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് കൊണ്ട് 3,500 രൂപ വരെയാണ് കിട്ടുന്നത്. 6,000 മൈനസ് 3,500. ഞാൻ ആ റീസണും കൂടിയും അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് എക്സംഷൻ അപ് ടു 3,500 ആണ്. അപ്പോൾ 6,000 മൈനസ് 3,500 എന്ന് പറയുമ്പോൾ നമുക്ക് മാക്സിമം എത്ര രൂപ വരെ കിട്ടും? 2,500 രൂപ വരെ കിട്ടും. 3,500 രൂപ വരെ കിട്ടും. അപ്പോൾ ഔട്ടർ കോളത്തിൽ 6,000 മൈനസ് 3,500 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 2,500 രൂപ കിട്ടി. എല്ലാവരും ഔട്ടർ കോളത്തിൽ 2,500 എഴുതിയില്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെൻ്റ് ഫ്രം സബ്ലെറ്റിംഗ് എ ഹൗസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്, പരീക്ഷയ്ക്ക് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ റിവിഷൻ എക്സാമ്പിളിലും എടുത്തിട്ടുള്ളത്. ക്ലീൻ ആയിട്ട് മാർക്ക് വാങ്ങിക്കാവുന്നതാണ് എൻ്റെ മക്കളെ. പഠിക്കാനായിട്ട് നോക്കുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഈസി സ്കോറിങ് ടോപ്പിക്കാണ്. വേറെ കാൽക്കുലേഷനൊന്നും കാര്യമായിട്ടില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ഒരു പോയിൻറ്റും ഇല്ല.
അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? 60,000 രൂപയാണ് നമുക്ക് സബ്ലെറ്റിങ്ങിൽ നിന്ന് കിട്ടിയത്. റിലേറ്റഡ് എക്സ്പെൻസ് ആയ 14,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 46,000 രൂപ കിട്ടി. ആ 46,000 രൂപ നമ്മൾ എവിടെ എഴുതുന്നു? ഔട്ടർ കോളത്തിൽ എഴുതുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് വിത്ത് IDBI ആണ്. ഗ്രോസ് എമൗണ്ട് തന്നതുകൊണ്ട് വീണ്ടും ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ക്ലീൻ ആയിട്ട് ഔട്ടർ കോളത്തിൽ 16,000 രൂപ ഇൻക്ലൂഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഡിബഞ്ചേഴ്സ് ആണ്. ഗവൺമെൻറ് ആണോ നോൺ ഗവൺമെൻറ് ആണെന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് അപ്പ് ചെയ്യണം. ഗ്രോസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 100/90 കാണണം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകം എത്രയാണ്? 31,500 ആണ്. 31,500 ഇൻറ്റു 100/90 എന്ന് പറയുമ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്? നമുക്ക് 35,000 രൂപ കിട്ടിയിട്ടുണ്ട്. ആ 35,000 രൂപ ഔട്ടർ കോളത്തിൽ എഴുതി വയ്ക്കാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് ആണ്. നമുക്ക് ഹോഴ്സ് റേസ് ആയതുകൊണ്ട് നമുക്ക് ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലോട്ടറിയാണ് ഗ്രോസ് അപ്പ് ചെയ്യേണ്ടത്. അത് 100/70 നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഹോഴ്സ് റേസ് നമുക്ക് ഗ്രോസ് അപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് 12,300 രൂപയും നമുക്ക് എഴുതാം. ഹോഴ്സ് റേസിൻ്റെ മെയിൻ്റനൻസ് എക്സ്പെൻസ് ഒന്നും ഇല്ല. അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യവും ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ ഔട്ടർ കോളത്തിൽ എത്രയൊക്കെയാണ് തുക വന്നിട്ടുള്ളത്? 15,000, 10,000, 2,500, 46,000, 16,000, 35,000, 12,300. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അവനവൻ്റെ കാൽക്കുലേറ്ററിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അതായത് 15,000 പ്ലസ് 10,000 പ്ലസ് 2,500 പ്ലസ് 46,000 പ്ലസ് 16,000 പ്ലസ് 35,000 പ്ലസ് 12,300. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 1,36,800 രൂപ കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? 15,000 പ്ലസ് 10,000 പ്ലസ് 2,500 പ്ലസ് 46,000 പ്ലസ് 16,000 പ്ലസ് 35,000 പ്ലസ് 12,300. ടോട്ടൽ ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 1,36,800. ഓക്കെ, ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയില്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. 5 റിവിഷൻ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് കോപ്പറേഷൻ ഫ്രം ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു വൈൻഡിങ് അപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഞാൻ ജനറലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ S5 ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു വൈൻഡിങ് അപ്പാണ്. സോ വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് അവർ ഓൾമൈറ്റി I can complete this portion from this pandemic situation by using our online platform. I have some sort of problems. Because of my problem, it will indirectly affect students also. But a good cooperation which is received from all students, and I try to cooperate with all students to collect the information, to understand the topic. And if you have any difficulties because of my class, please excuse and study well and take a good score, good marks. Stay home, stay safe, and utilize this online platform. You have many problems because of this online class, but does not affect it is in your studies and scoring a high marks in your university exam. Okay, thank you very much. Thanks to the God, thanks to the students. Okay, thank you.